ഹലോ എവരി വൺ. നമ്മൾ മൊഡ്യൂൾ 4 അതുപോലെ തന്നെ സെം 4 കേരള യൂണിവേഴ്സിറ്റിയിലെ സ്റ്റീരിയോ കെമിസ്ട്രി പാർട്ട് 1 എന്ന് പറഞ്ഞ ക്ലാസ്സിലെ ആദ്യത്തെ 10 പേജസ് ആണ് നോക്കുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിലെ 10 പേജസ് ആണ് നമ്മളിതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സാം ബേസ്ഡ് ക്ലാസ് ആണ്, വളരെ ചുരുക്കിയാണ് എല്ലാം പറയുന്നത്. ഓക്കെ, ആദ്യമായി എന്താണ് ഐസോമറിസം? കോമ്പൗണ്ട് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ ഓർ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർ കോൾഡ് ഐസോമറിസം. നമ്മൾ നോർമലി ഐസോമേഴ്സ് എന്ന് പറഞ്ഞൊരു ഇത് അറിയാലോ നിങ്ങൾ, എന്തായിരിക്കും? സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെൻറ്റ് മാസ് നമ്പർ. അതുപോലെ തന്നെയാണ് എന്തുവാണ് സെയിം മോളിക്കുലർ ഫോർമുല, പക്ഷേ കെമിക്കലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കുന്നതിന് നമ്മൾ എന്തോ പറയുന്നത് ഐസോമറിസം എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമറിസം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ചെയിൻ ഐസോമറിസം, പൊസിഷൻ, ഫങ്ഷണൽ, അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ നമ്മൾ +1 +2 പഠിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു വാക്കുണ്ട്, മെറ്റാമേഴ്സ്. മെറ്റാമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐസോമറിസം? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഐസോമറിസം എന്നറിയാലോ. മെറ്റാമേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. ഫങ്ഷണൽ ഗ്രൂപ്പും സെയിം ആയിരിക്കും, പക്ഷേ അറേഞ്ച്മെൻറ്റ് ഓഫ് കാർബൺ ആറ്റം ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ അതിനെ പറയുന്ന പേരാണ് മെറ്റാമേഴ്സ്. മെറ്റാമേഴ്സിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈതറുണ്ടല്ലോ, കാണിച്ചു തരാം. അപ്പം ഇതാണ് മെറ്റാമറിൻ്റെ ഒരു എക്സാമ്പിൾ. നമ്മളിതിന് അടുത്ത് നോക്കാൻ പോകുന്നത് ടോട്ടോമറിസമാണ്. ടോട്ടോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ കോമ്പൗണ്ടിൻ്റെ 2 ഫോം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മൈഗ്രേഷൻ കാരണം ഉണ്ടാവുന്ന ഐസോമേഴ്സിനെ പറയുന്ന പേരാണ് ടോട്ടോമറിസം. 2 forms of the same compound which arise due to the migration of a hydrogen atom are called tautomers. അപ്പം നമ്മളതിൽ the 2 forms are readily interconvertible and exist in dynamic equilibrium. അതിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു എക്സാമ്പിളാണ് കീറ്റോ ഇനോൾ ടോട്ടോമറിസം. കീറ്റോ ഇനോൾ ടോട്ടോമറിസം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എക്സാമ്പിൾ ഇനിയും ഉണ്ട്, കീറ്റോ ഇനോൾ ടോട്ടോമറിസം, നൈട്രോ അസി ടോട്ടോമറിസം, അമിഡോൾ ടോട്ടോമറിസം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കീറ്റോ ഇനോൾ ടോട്ടോമറിസം ആണ്. എന്ന് പറഞ്ഞാൽ നോക്കാൻ വന്നത് കീറ്റോ ഇനോൾ ടോട്ടോമറിസം ആണ്. CH3 C ഡബിൾ ബോണ്ടോ CH3, ഇതെന്ത് ഫോമാണ്? കീറ്റോ ഫോമിലാണ്. നമ്മൾ എന്താണ് ടോട്ടോമറിസം എന്ന് പറഞ്ഞത്? ടോട്ടോമറിസം എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പം ഇവിടുന്ന് ഞാനൊരു ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? എടുത്ത് എങ്ങോട്ട് കൊടുക്കുന്നു? ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെ വരും? CH3 COH, ഇവിടെ നിന്ന് ഹൈഡ്രജൻ എടുത്തല്ലോ, അപ്പോൾ ഇവിടെ CH2 ആവും, CH3 എന്ന് വരും. അപ്പോൾ ഇവിടെ ബാലൻസ് കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? ഒരു ഡബിൾ ബോണ്ടും കൂടെ കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത് കീറ്റോ, ഇത് ഈനോൾ ഫോം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല സംഭവം, ഇങ്ങനെയല്ല സംഭവം. വന്നിട്ട് ഞാനത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. CH3 C ഡബിൾ ബോണ്ട് O CH3, ഡബിൾ ബോണ്ട് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇതിന് മൈനസ് ചാർജും ഇതിന് പ്ലസ് ചാർജും ആവും. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, നമ്മുടെ ഹൈഡ്രജൻ ഇവിടെ ഉണ്ടല്ലോ. ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും, അപ്പം ഇതിന് H+ ആവും. ഈ H+ എന്ത് ചെയ്യും? ഇവിടെ വന്നിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും CH2 C സിംഗിൾ ബോണ്ട് OH CH3 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ മൈനസ് ഇല്ലേ, ഈ മൈനസ് ഇങ്ങോട്ട് പോകും, അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും. അങ്ങനെയാണ് കീറ്റോ ഈനോൾ ഫോർമാറ്റിലോട്ട് ഇത് ആവുന്നത്. ക്ലിയർ ആയോ? അങ്ങനെ അവസാനം സ്റ്റീരിയോ കെമിസ്ട്രിയിലോട്ട് എത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഐസോമറിസം ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഐസോമറിസവും അതുപോലെ തന്നെ സ്റ്റീരിയോ കെമിസ്ട്രി ഐസോമറിസവും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. സ്റ്റീരിയോ ഐസോമറിസവും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമറിസത്തിലാണ് നമ്മൾ ചെയിൻ, പൊസിഷൻ, ഫങ്ഷൻ, മെറ്റാമേഴ്സ്, ടോട്ടോമേഴ്സ് ഒക്കെ വരുന്നത്. സ്റ്റീരിയോ ഐസോമേഴ്സ് 2 തരത്തിലുണ്ട്, കോൺഫിഗറേഷണലും കൺഫർമേഷണലും, അല്ലെങ്കിൽ കോൺഫിഗറേഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞ് 2 ടൈപ്പ് ഉണ്ട്. എന്താണ് സ്റ്റീരിയോ കെമിസ്ട്രി? സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം ബോണ്ട് കണക്ടിവിറ്റി ബട്ട് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓഫ് ഗ്രൂപ്പ്സ് ഇൻ സ്പേസ് ആ കോൾഡ് സ്റ്റീരിയോ ഐസോമേഴ്സ്. ഞാനൊക്കെ ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ എന്ന് പറഞ്ഞാൽ ബോണ്ട് കണക്ടിവിറ്റി എല്ലാം സെയിം ആയിരിക്കും, പക്ഷേ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റത്തിൽ ചെറിയൊരു വ്യത്യാസം വരും. അതിന് പറയുന്ന പേരാണ് സ്റ്റീരിയോ ഐസോമേഴ്സ്. സോ ദേ വിൽ ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല. അപ്പം അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് കോൺഫിഗറേഷൻ ഐസോമറിസം എന്താണ്, കൺഫർമേഷൻ ഐസോമറിസം എന്താണ് എന്ന്. അതിൽ കോൺഫിഗറേഷൻ ഐസോമറിസം നമ്മുടെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല,
പക്ഷേ കൺഫർമേഷണൽ ഐസോമറിസം പറയുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ കൺഫർമേഷണൽ ഐസോമറിസത്തിൽ കൂടുതലും സിംഗിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസ് ആണ്. നമുക്കറിയാം പൈ ബോണ്ടഡ് കാർബൺ ആറ്റംസിൽ ദർ വിൽ ബി എന്തുവാണ് പൈ ടു പൈ ഒരു റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ഉണ്ടാവും. പക്ഷേ സിംഗിൾ ബോണ്ട് കാർബൺ ആറ്റത്തിൽ ഫ്രീ റൊട്ടേഷൻ ആയിരിക്കും. സോ അവിടെ ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കാർബൺ ആറ്റംസിനെ പറയുന്ന പേരാണ് കൺഫർമേഷണൽ ഐസോമറിസം. പിന്നെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്നാണ് നമുക്ക് പറയാം കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ. കൺഫർമേഷൻ ഓഫ് ഈഥെയ്നിൽ നമുക്ക് രണ്ട് പോസിബിൾ കൺഫർമേഷൻസ് ആണുള്ളത്. ഒന്ന് എക്ലിപ്സ്ഡും പിന്നെ ഉള്ളത് ഗോഷ്. എക്ലിപ്സ്ഡ് ഇസ് ഓൾസോ കോൾഡ് മൂന്ന് പോസിബിൾ കൺഫർമേഷനാണുള്ളത്. എക്ലിപ്സ്ഡ്, സ്റ്റാഗേർഡ്, ഗോഷ്. അതിൽ എക്ലിപ്സ്ഡ് കൺഫർമേഷനിൽ എന്താണ് ഹൈഡ്രജൻ ആറ്റം എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഓർ പാരലൽ ടു ഈച്ച് അതറിലായിരിക്കും ഇരിക്കുന്നത്. അത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ ആണ്. അപ്പം ഇതിൽ നമ്മൾ നോക്കിക്കേ, ഇതിൽ കാണാമല്ലോ. ഇതിൽ ഫസ്റ്റ് എങ്ങനെയെന്നറിയാവോ, ഇവിടുത്തെ ഈ പോയിൻ്റ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലിരിക്കുന്ന കാർബണാണ്. ഞാൻ ഇതിനെ വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. C2H6 ഇതിൽ ഫ്രണ്ടിലിരിക്കുന്ന കാർബണാണ് ഇത്, ബാക്കിലിരിക്കുന്ന കാർബണാണ് ഈ റൗണ്ട്. പിന്നെ ഹൈഡ്രജൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇവിടെ ഹൈഡ്രജൻ്റെ അറേഞ്ച്മെൻറ്റ് വ്യത്യാസത്തിലാണ് നമ്മളതിനെ മൂന്നായിട്ട് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ, സ്ക്യൂ കൺഫർമേഷൻ, സ്റ്റാഗേർഡ്. നമുക്ക് ഫസ്റ്റ് എക്ലിപ്സ്ഡ് എന്തെന്ന് നോക്കാം. എക്ലിപ്സ്ഡിലെന്ന് പറഞ്ഞാൽ എന്താണ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഓർ പാരലൽ ടു ഈച്ച് അതർ. ഇവിടെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ ബാക്കിലിരിക്കുന്ന കാർബൺ ആറ്റത്തിൻ്റെ ഹൈഡ്രജൻ ആറ്റമായിട്ട് ഒന്നെങ്കിൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ പാരലലായിരിക്കും. ആ കൺഫർമേഷനാണ് നമ്മളൊന്ന് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഈ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ഡിസ്റ്റൻസ് വളരെ കുറവെന്ന് പറയുമ്പോൾ എന്താകും, റിപ്പൽഷൻ വളരെ ഹൈ ആയിരിക്കും, സ്റ്റെബിലിറ്റി വളരെ കുറവായിരിക്കും. ഇനി സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലിരിക്കുന്ന കാർബൺ ആറ്റത്തിൻ്റെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇടയിലായിരിക്കും മറ്റൊരു ഹൈഡ്രജൻ ആറ്റം വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും, റിപ്പൽഷൻ വളരെ കുറവായിരിക്കും, സ്റ്റെബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഈ രണ്ട് കൺഫർമേഷന് ഇടയിൽ വരുന്നതാണ് നമ്മുടെ എന്ത് കൺഫർമേഷൻ, സ്ക്യൂ കൺഫർമേഷൻ. അത്രയേ ഉള്ളൂ. ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് ഈ ക്ലാസ്സിന് ശേഷം ഡൈഹെഡ്രൽ ആംഗിൾ ഉണ്ട്, പിന്നെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കൺഫർമേഷൻസ്, പ്രൊപ്പെയിൻ കൺഫർമേഷൻ, ബ്യൂട്ടേൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ബെയർ സ്ട്രെയിൻ തിയറി, കേസ് ഓഫ് പ്രൊപ്പെയിൻ റിംഗ് ഇൻ ബനാന ബോൺസ് ഒന്നും അധികം ചോദിക്കാറില്ല, സോ അത് വേണ്ട. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് ബെയർ സ്ട്രെയിൻ തിയറി, സാഷെ മോർ തിയറി. ഈ തിയറീസൊക്കെ മസ്റ്റായിട്ട് പഠിക്കണം. ഇത് ഇത്രയും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.